കർത്താവിൻ്റെ മഹനീയമായ നാമം ഇന്ന് സമയം മഹത്വപ്രദമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തേജസ്സോടെ മഹാദൈവവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ആത്മാവ് നമുക്ക് തന്ന ഈ നല്ല സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിച്ചതുകൊണ്ട് ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നീട്ടിത്തന്നു. അവൻ്റെ കൃപയും അത്ഭുതവും വ്യക്തമായി അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാ നമുക്ക് തന്ന എല്ലാ നല്ല സാവകാശത്തിന് ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി സകല മഹത്വവും സകല പുകഴ്ചകളും സ്വർഗത്തിലെ കർത്താവിനെ അറിയിച്ചുകൊണ്ട് യശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 60-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ദുഃഖകാലം തീർന്നു പോകും എന്നൊരു വാക്ക്. എൻ്റെ ദുഃഖകാലം തീർന്നു പോകും. അങ്ങനൊരു കാലം ഈ ഭൂമിയിൽ വളരെ സംജാതമായിരിക്കുന്നു. സംജാതമായി നിലവിലുള്ള കാര്യമാണ്. ആ കാലം എന്നിവ തകർക്കുന്ന ഒരു കാലമാണ്, ഉടയ്ക്കുന്ന കാലമാണ്. ദുഃഖകാലം എന്ന് വരുമ്പോൾ പ്രതീക്ഷകൾ മൊത്തം അറ്റുപോകുന്ന കാലമാണ്. ആർക്കും തന്നെ സ്വന്തം പിടിച്ചു നിൽപ്പാൻ കഴിയാതെ വണ്ണം കാലുകളിൽ ഇടറിപ്പോകുന്ന കാലം ദുഃഖകാലമാണ്. ജീവിതത്തിനകത്ത് പ്രതീക്ഷയോടുകൂടെ ആരംഭിച്ച പല കാര്യങ്ങളെയും അതിൻ്റെ പകുതി വഴി എത്തിയപ്പോഴോ തുടക്കം കുറിച്ചപ്പോഴോ അതിന് പ്ലാൻ ചെയ്തപ്പോഴോ ദുഃഖകാലം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൂർത്തീകരിപ്പാൻ കഴിയാത്ത നിലയിൽ അസ്തമിച്ചു പോയ അന്തരീക്ഷങ്ങൾ നടുവിൽ കർത്താവ് പറയുന്നു, അങ്ങനൊരു കാലം നീ അനുഭവിക്കുന്നുവെങ്കിൽ ആ ഒരു ശുഷ്കിച്ചൊരു കാലത്തിൽ കൂടിയാണ് പ്രിയരെ നമ്മൾ യാത്ര പുറപ്പെടുന്നുവെങ്കിൽ പ്രവാചകൻ നമ്മെ ആത്മബലപ്പെടുത്തി വീണ്ടും ഓടുവാൻ തക്കവണ്ണം കരുത്തു പകർന്നുകൊണ്ട് ആ വെളിപ്പാട് ഇങ്ങനെ പറയുന്നു, ആ കാലം ഏത് കാലം? ദുഃഖകാലം നിങ്ങളെ വിട്ട് അപ്രത്യക്ഷമാകും. ദുഃഖകാലം അപ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വരുന്നൊരു കാലം എന്ന് തുടക്കത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ പട്ടുപോയ ഒരു വൃക്ഷത്തെ വീണ്ടും അതിൻ്റെ വേരിൽ നിന്നും ഒരു കിളിർപ്പ് വന്ന് പട്ടുപോയല്ലോ എന്ന് വ്യതിരിച്ച് നിൽക്കുമ്പോഴാണ് അറിയുന്നത് അത് വീണ്ടും കിളിച്ചു വരുമ്പോൾ ഹോപ്പ്ലെസ്, പ്രതീക്ഷ അറ്റുപോയ സ്ഥാനത്ത് അത് വീണ്ടും കിളിച്ചു വരുമ്പോൾ കൈവിട്ടുപോയ സന്തോഷം ദുഃഖമാക്കി മാറ്റിവെച്ച സ്ഥാനത്ത് നിന്നും വീണ്ടും ജയോത്സവമായിട്ട് പൊങ്ങി വരുവാൻ സ്വർഗപ്രാപ്തി പൊക്കി തന്നുവെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങൾ വിശ്വാസത്തോടെ പറയൂ, എൻ്റെയും ദുഃഖകാലം തീർന്ന് കന്യപ്പെട്ടു പോയ ജീവിതത്തെ തിരിച്ചു മടക്കി പ്രാപിച്ചുകൊണ്ട് വീണ്ടും ഓടുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കുന്ന ഒരു തേജോമന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസ പുസ്തകത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ ആ ദൂതനോട് ഇന്ന് രാവിലെ സ്തോത്രം പറഞ്ഞ് പറയാം, എൻ്റെയും ദുഃഖകാലം എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും എൻ്റെ സഭയുടെയും ദുഃഖകാലം തീർന്നിട്ട് അന്യപ്പെട്ടു പോയ ജീവിതത്തെ മടക്കി പ്രാപിച്ച് ഇനിയും ഏറിയ നാളുകൾ ജീവിച്ച് അവകാശവും വിശേഷതകൾ പ്രാപിപ്പാൻ തക്കവണ്ണം ആത്മാവ് എനിക്ക് കരുത്ത് തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഈ ശബ്ദത്തിന് ബാക്കി വിധേയപ്പെടാം. നിന്റെ ദുഃഖകാലം തീരും. ദുഃഖകാലം തീർന്നാൽ ഒരു വാക്കുകൂടി ഞാൻ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്താ? ആമേൻ. ജീവിതത്തിനകത്ത് പരിവരുത്ത ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോയ ഒരു കാലമാണ് നമ്മുടെ ദുഃഖകാലമാണെങ്കിൽ ഇനി വരുന്നത് ആ ദുഃഖകാലം കൂടി കവർ ചെയ്ത് വരുന്ന തിരിച്ചൊരു വർഷമുണ്ട്. അത് 10 മാസം അല്ലെങ്കിൽ 10 വർഷം ദുഃഖകാലമാണെങ്കിൽ ആ പെൻഡിങ് കൂടി തീർത്തുകൊണ്ടൊരു ജീവിതം മടക്കി തരുമെന്നാണ് ഞാൻ ആ വാക്കുകൊണ്ട് പറഞ്ഞ വാക്ക്. 130-ാമത്തെ വയസ്സിൽ യാക്കോബ് ജീവിതത്തിൻ്റെ കൈപ്പേറിയ ഏറിയ വർഷത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടാക്കി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വാക്ക് പറഞ്ഞു, ഇതാ എൻ്റെ മകൻ ജോസഫ് ജീവനിരിക്കുന്നു, അവൻ മിസ്രൈമിൽ മന്ത്രിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ 130 വയസ്സ് വരെയുള്ള തൻ്റെ ദുഃഖകാലം അടുത്ത 17 വർഷം കൂടി തിരിച്ചു പ്രാപിച്ചത് ഒരു ഉല്ലാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമാക്കി തീർത്തതുപോലെ ഇന്ന് ഈ സ്തോത്രം സമയം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, ഒരു ദുഃഖകാലം ജീവിതത്തുണ്ടെങ്കിൽ ഒരു നല്ല കാലത്തിന് നാം ഇന്ന് ആ സ്തോത്രം അനുവാദം ലഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ പറയാം, എൻ്റെ ദുഃഖകാലം മാറി ഒരു വിജയത്തിൻ്റെ കാലം, പ്രതീക്ഷയുടെ കാലം, നന്മയുടെ കാലം വരുന്നു. യേശുവേ, ഇന്ന് ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ ആദരിക്കണം. അവർ ദുഃഖകാലം മാറി നല്ല കാലത്തിലേക്ക്, സന്തോഷവും ആനന്ദമുള്ള കാലത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരുന്നതിന് നന്ദി. ഏതെങ്കിലും ദുഃഖം കൊണ്ട് പേറി ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ അവർ ജീവിതത്തിൽ അവർ പറയട്ടെ, എനിക്കൊരു നല്ല കാലം വന്നുകൊണ്ടിരിക്കുന്നു, അത് വരും. അത് ആ കഷ്ടകാലം കൂടി മാറ്റിയ ശേഷമുള്ള അതുകൂടി മടക്കിയ ദിവസങ്ങളാക്കി ദൈവം തന്ന് ദൈവാത്മാവ് അമർത്തി കുലുക്കി കവിയുടെ ഒരളവിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ആ പ്രതീക്ഷയോടെ അവർ ജീവിതം നയിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.